ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഫുൽക്കയാണ്. അതായത് എണ്ണ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഫുൽക്ക എന്ന് പറയുന്നത്. അതിനെ റൊട്ടിന്നും നമ്മൾ അറിയപ്പെടും. അപ്പം ഞാൻ അതാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഇത് ഗോതമ്പ് മാവ്, ഉപ്പ്, വെള്ളം, ഇത്രയും വെച്ചിട്ടാണ് ചെയ്യണത്. സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണുള്ളൂ. അത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. അതെന്താണെന്ന് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ 1/2 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ എങ്ങനെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉപ്പ് ഇടണമെങ്കിൽ ഇട്ടോളൂ. ചിലവർക്ക് ഉപ്പ് പറ്റാത്തവരുണ്ടാവും. ഉപ്പ് വേണമെങ്കിൽ ഇട്ടോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഉപ്പ് വേണ്ടാത്തവരുടെ കാര്യമാണ് പറയണത്. ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിനെ നന്നായിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളതിന് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കുക. നല്ല പോലെയൊന്ന് ഞാനിതിനെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. വെള്ളം ഒരുപാട് പാടില്ല, നോക്കിയിട്ട് വേണം. നമ്മുടെ ചപ്പാത്തിൻ്റെ പോലെയല്ല, ഇത്തിരി വെള്ളം കുറവായിരിക്കണം. ചപ്പാത്തിനും കൂടെ ഇത്തിരി ഡ്രൈ ആക്കണം. ഈ പരുവത്തിൽ നല്ല ഇത്തിരി ചപ്പാത്തിന് ഇവിടെ ഇത്തിരി ടൈറ്റ് ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കനലിലാണ് അത് പൊളിച്ചെടുക്കുക. അത് കാരണം ഇത്തിരി ടൈറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് പൊളിക്കാൻ കിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ടേബിൾ ടോപ്പ് ഇല്ലാത്തവർക്ക് പാത്രത്തിൽ തന്നെ വെച്ച് നല്ല പോലെ ക്ഷമയോടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ ചെയ്യണത് ഒന്ന് ടേബിൾ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇട്ട് നല്ല വൃത്തിയായി തുടച്ച് ക്ലീൻ ആക്കിയതാണ്. നമുക്കൊന്ന് ഇതിലിട്ട് കുഴച്ചെടുക്കാം. നല്ല പോലെ ഇങ്ങനെ കുഴക്കണം. നല്ല പോലെ കുഴച്ചെടുക്കണം. എന്നാലേ നന്നായിരിക്കും. കനലിലിടുക വേണ്ടുള്ളൂ, അപ്പോഴേക്കും പൊള്ളും. കുഴക്കണ പോലെ ഇരിക്കും. അങ്ങനെ മാവ് നമ്മുടെ നല്ല പോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതാ നല്ല പോലെ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പാത്രത്തിൽ തന്നെ വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് എന്താ വേണ്ടത്, കനലാക്കണം. ആ കനലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ നമ്മുടെ ഗ്രില്ല് സ്റ്റൗവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ ഒന്ന് കനലാക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് കനലാവട്ടെ. നമ്മുടെ മാവൊന്ന് പോയി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കട്ടെ. 1/2 മണിക്കൂറായി. ഒന്ന് തുറന്ന് നോക്കട്ടെ. ഓ, കറക്റ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വലുതായി പരത്തിയിട്ടുണ്ട്. ഇങ്ങനെയിപ്പോൾ നമ്മൾക്ക് ഇതിനെ കൊണ്ടുപോയി ഇങ്ങനെയും ചുട്ടെടുക്കാം. ഇല്ല നിങ്ങൾക്ക് നല്ല നമ്മുടെ ഇപ്പോൾ വീട്ടിലെ അഗതികളൊക്കെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതേപോലെ നമുക്കൊരു ഫിനിഷിങ്, അതായത് ഒരു പ്ലേറ്റോ ഒരു പാത്രമോ എന്തെങ്കിലും എടുക്കുക. പക്ഷെ ഇതിൻ്റെ അരിക് കത്തി പോലെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ എന്താ വേണ്ടത്, ഇങ്ങനെ ഫിനിഷിംഗ് ആയി പരത്തിയതിന് ശേഷം ഇതിലിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കോളൂ, ചന്തമായിരിക്കും. പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇപ്പോൾ വിട്ട് വന്നില്ലേ, ഇങ്ങനെ നമുക്കിതാ ഇത് നമുക്ക് 2ാം പ്രാവശ്യം ഈ സാധനം 2ാം പ്രാവശ്യം ഉണ്ടാക്കാം. ഇപ്പം നോക്കൂ, നല്ലതാ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇത് നോക്കൂ, കറക്റ്റായി കിട്ടി. ഇതിപ്പോൾ നമ്മൾക്ക് ഇത് ഫിനിഷിംഗ് ആക്കി എടുത്തില്ല. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഇതിൽ കൂടെ തന്നെ ചേർത്ത് കുറച്ച് മാവും കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2ാം പ്രാവശ്യം ചെയ്യാം. ഇല്ല നമ്മൾ അങ്ങനെ പരത്തി ചൂടുകയാണെന്ന് വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് പരത്തിയെടുക്കട്ടെ. എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫുൽക്കയൊക്കെ ഇവിടെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ കനലൊക്കെ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഫുൽക്കിയൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രില്ലൊന്നതിൽ വെച്ച് കൊടുക്കാം. ലാസ്റ്റത്തെ അതിൽ വെക്കണം. അപ്പോൾ നമുക്ക് കനലിൽ എങ്ങനെ ചുട്ടെടുക്കണമെന്ന് കാണിക്കാം. നമ്മുടെ അതങ്ങനെ ഒന്ന് ചുട്ടത് പരത്തിയതെടുത്തു. നോക്കിക്കോളൂ, ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയും. ബലൂണ് പോലെ ആവണ കണ്ടില്ലേ? ഇതാ ഇതേപോലെ നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഫുൽക്കിയെല്ലാം റെഡിയായി ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ടേസ്റ്റ് ചെയ്യാം. ബാബോ, നമ്മുടെ ഫുൽക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. നമ്മുടെ ഫുൽക്കിയൊക്കെ റെഡി ആയിട്ട് ഫുൽക്ക എന്നും പറയാ, റൊട്ടി എന്നൊക്കെ പറയാ, ചപ്പാത്തി എന്ന് പറയാം. എല്ലാവർക്കും അറിയുന്ന സാധനമാണ് എണ്ണ തൊടിയിക്കാണ്ടുള്ള ചപ്പാത്തി. അതാണ് നമ്മുടെ ഫുൽക്ക പറയുന്നത്, റൊട്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്തായാലും പുഷ്പമ്മ നമുക്ക് വേണ്ടിയിട്ട് നല്ല ഫുൽക്കയും അതിൻ്റെ കൂടെ കിടുക്കാച്ച ഒരു ബീഫ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കും. അടിപൊളി, ഇതാ അടിപൊളി ഫുൽക്കയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സൂപ്പർ ഫുൽക്ക. പൊള്ളിയതാണ്, പക്ഷെ ചൂട് ആറുമ്പോൾ ചുങ്ങിപ്പോവും. അപ്പം എന്തായാലും ഫുൽക്ക വരെ ഇട്ടു. നല്ല അടിപൊളി അടിപൊളി ഇതാ കിടുക്കാച്ചി നല്ല ബീഫ് കറിയാണ്, പുഷ്പമ്മ ഉണ്ടാക്കിയതാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. വായിൽ വെള്ളം മൂറുന്നു, നല്ല വിശന്നിട്ട്. അതൊക്കെ നല്ല ബലൂൺ ആയതുകൊണ്ട് ഈ ഗ്യാപ്പൊക്കെ അറിയണ്ടില്ലേ, ഉള്ളിൽ മൊത്തം ഹോള് മറ്റേ ബലൂൺ ആയതില്ലേ. സംഭവം നല്ല അടിപൊളിയുണ്ട്. ബീഫ് കറിന്റെ കൂടെ അങ്ങനെ നോക്കാം. ചെയ്യാം. അങ്ങനെയുണ്ട്, കഴിക്കട്ടെ. വായിൽ പെട്ടല്ലേ ഉള്ളൂ അല്ലേ സംഭവം. എന്തായാലും അടിപൊളി ഓളപ്പനായിട്ടുണ്ട്. ഇത് എങ്ങനെ എന്തൊക്കെ അറിയാം ഞാൻ പറയണ ഇതിന്റെ കാര്യങ്ങള്. ഇതിപ്പോ നമുക്ക് എണ്ണ തൊടാണ്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എണ്ണ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ ഗ്യാസിലും ചുട്ടെടുക്കാം. നമ്മളിപ്പോ കനലൊക്കെ ആക്കി ഉണ്ടാക്കുന്നത് അത് വേറൊരു തരം. നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിലും ഇതിലൊക്കെ ഇതിനെ എടുത്തും തിരിച്ചും മറിച്ചോട്ട് ബലൂണാക്കി അങ്ങനെ എടുക്കും, കനലിൽ തീയിൽ കാണിക്കുന്നത്. നമ്മൾ ഈ കനലിൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കനലടുപ്പിൽ അങ്ങനെയും ചുട്ടെടുക്കാം അല്ലെ? അടിപൊളി. വെളിയിലാണ് നമുക്ക് ഇങ്ങനെ വെളിയിൽ പോയി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കണം. നമ്മൾ ഫിഷും മറ്റേ ചിക്കനൊക്കെ ഗ്രില്ല് വെക്കില്ലേ, അതിൻ്റെ ആ ഒരു മോഡലാണ് നമ്മുടെ ഗ്രില്ലിൽ ഈ ഫുൽക്കി ഉണ്ടാക്കിയത്. എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട്. ബീഫ് കറിയല്ല, ഏത് കറിൻ്റെ കൂടിയും ഇത് സംഭവം അടിപൊളിയായിരിക്കും. അത്രയ്ക്കും ഇത് പുഷ്പമ്മ നന്നായി പൊളിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ അടർന്നടർന്ന് പോകുന്നുണ്ട്. അത്രയ്ക്കും പുഷ്പമ്മ സമയവും എടുത്ത് കുഴച്ചതിൻ്റെ ഒരു പവറാണ് ഈ കാണുന്ന ഫുൽക്കിയുടെ ഒരു കാണാനുള്ള ലുക്കും ടേസ്റ്റും എല്ലാം തന്നെ. അപ്പം ടൈം എടുത്ത് നന്നായി കുഴച്ച് ഉണ്ടാക്കണം അല്ലേ സംഭവം, എന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണ ടേസ്റ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടുക്കാച്ചി ഐറ്റങ്ങളുമായിട്ട് പുഷ്പമ്മ അടുത്ത് കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.